ജോസിന്റെ കാര്യങ്ങൾ ആരോട് എന്ത് പറയണമെന്ന് പോലും അവൾക്കറിയില്ല. ആൾക്കാർ എടുത്ത് പറഞ്ഞ ആൾക്കാർ എനിക്ക് സപ്പോർട്ട് നിൽക്കുമോ, രഞ്ജു ജോസിന് സപ്പോർട്ട് നിൽക്കുമോ എന്നുള്ള ഒരു ആശങ്കയാണ്. കാരണം അതുകൊണ്ട് രഞ്ജുവിന് പുതിയതായിട്ട് പോയ ഒരു നാടാണ്, ആകെ അറിയുന്നുള്ളത് ജോസിനെ മാത്രമാണ്. ഇവൾ ആരോട് എന്ത് പറയണമെന്ന് പോലും അറിയില്ല. അങ്ങനെ പതറി നിൽക്കുന്ന ഒരു സമയം. എന്നിട്ട് വിചാരിച്ചു, എൻ്റെ ഭർത്താവ് ഒരു കള്ളക്കുടിയനായിരുന്നുവെങ്കിലും നമുക്കത് ക്ഷമിക്കാമായിരുന്നു. ഒരു പുകവലിക്കുന്ന ഒരാളായിരുന്നെങ്കിലും നമുക്ക് ആരോടെങ്കിലും പറഞ്ഞു വിലക്കാമായിരുന്നു. പക്ഷെ ഞാൻ നാട്ടുകാരോടോ ഒരാൾക്കാരോടോ എങ്ങനെ ഞാൻ പറയും എൻ്റെ ഭർത്താവ് ഇങ്ങനെ പെൺപിള്ളേരെ പറ്റിച്ച് പീഡിപ്പിക്കുന്ന ആളാണെന്ന് ഞാൻ എങ്ങനെ പറയുമെന്നുള്ള ആശങ്കയും വെപ്രാളവും വിഷമവുമായിരുന്നു അവൾക്ക്. അവൾ കണ്ണാടിയുടെ മുമ്പ് നിന്നിട്ട് സ്വന്തമായിട്ട് പറയാൻ തുടങ്ങി, ഞാൻ ഇതെൻ്റെ അമ്മയോട് പറയും, ഞാൻ ഇന്ന് വീട്ടിൽ പോകുകയല്ലേ, ഞാൻ എൻ്റെ അമ്മയോട് ഇത് പറയും എന്നിവള് അമ്മയോട് അല്ലെങ്കിൽ അപ്പനോടെങ്കിലും ഞാൻ ഇത് പറയുമെന്ന് അവൾ ദൃഢനിശ്ചയമെടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന ജോസ്, നീ എന്താടി ഒറ്റയ്ക്ക് നിന്ന് പുലമ്പുന്നത് എന്ന് പറഞ്ഞു. ഒന്നുമില്ല ചേട്ടാ എന്ന് പറഞ്ഞു രഞ്ജു മാറിപ്പോയി. നീ റെഡിയാവും, നമുക്ക് നിന്റെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു റെഡിയായി രഞ്ജുവിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. വന്നിരുന്നപ്പോൾ അമ്മ ചോദിക്കുക, മോളെ സുഖമായിരിക്കുന്നു. അപ്പം നമ്മുടെ ഒരു മോളെ കെട്ടിച്ചു കൊടുത്ത് വരുമ്പോൾ അമ്മ ചോദിക്കുമല്ലോ, മക്കളെ സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുക. അതുപോലെ രഞ്ജുവിൻ്റെ അമ്മയും ചോദിക്കുക, മോളെ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അമ്മ നമ്മളെ വിചാരിച്ചതുപോലെയൊന്നുമല്ല, ഇയാൾ മോശമായ ഒരാളാണ് എന്ന് രഞ്ജു അമ്മയോട് പറഞ്ഞു. അപ്പോൾ എന്താ മോശം അമ്മ, ഇയാൾക്ക് വേറെ പെൺപിള്ളേരുമായിട്ട് അപകട ബന്ധമുണ്ടെന്ന് രഞ്ജു ജോസിനെ കുറിച്ച് അമ്മയോട് പറയുകയാണ്. പറഞ്ഞിട്ടും അമ്മയ്ക്ക് ഇത് വിശ്വാസമില്ല. പിന്നെ അമ്മയ്ക്കൊരു വിഷമം തോന്നി. കാരണം മോളെ കെട്ടിച്ച് കഷ്ടപ്പെട്ടാണ്, കടമറച്ച് ഇറക്കിയാണ് മോളെ കെട്ടിച്ചു കൊടുത്തത്. അപ്പൊ മോള് ഇങ്ങനെ തന്നെ വന്ന് പറയുന്നു, കെട്ടിച്ചു കൊടുത്ത് 2 മാസം ആയപ്പോൾ തന്നെ മോൾ ഇങ്ങനെ വന്ന് പറയുന്നു, എന്താണ് കാര്യം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ എന്ന് രഞ്ജുവിൻ്റെ അമ്മ മേരി വിചാരിക്കുകയാണ്. എന്നിട്ട് ഇവർ മക്കൾ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ ചോറൊക്കെ കോരിക്കൊണ്ട് കൊടുക്കുകയാണ് കഴിക്കാൻ വേണ്ടി. ഉച്ചയ്ക്കാണ് പോയത്. അപ്പോൾ ചോറൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ജോസ് കഴിക്കണതിന് മുമ്പേ ആയിട്ട് രഞ്ജുവിന് ജോസ് വാരി കൊടുക്കുന്നു. ഇത് അമ്മ കാണുന്നു. ഇവൻ ഒരു 5-6 വട്ടം രഞ്ജുവിന് വാരി കൊടുക്കുന്നു. അപ്പോൾ അമ്മ വിചാരിക്കുന്നു, ഇത്രയും നന്നായിട്ട് നോക്കുന്നവനെയാണോ ഇവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് അമ്മ മനസ്സിൽ വിചാരിച്ചു. കൈ കഴുകിയിട്ടൊക്കെ വന്നപ്പോൾ രഞ്ജുവിനോട് ചോദിച്ചു,